ഞാൻ നിൽക്കുന്നത് ഒരു ചിപ്സ് കടയുടെ മുന്നിലാണ്. പൂർണ്ണമായും വെളിച്ചെണ്ണ കൊണ്ട് മാത്രം ചിപ്സ് ഉണ്ടാക്കി രുചികരമായ രീതിയിൽ ചിപ്സ് വിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സംരംഭകനാണ് ആൻ്റണി. ഇപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ഓണത്തോടുകൂടി വെളിച്ചെണ്ണ വില 600 കടക്കുമോ എന്ന ഒരു ആശങ്കയാണ് ആദ്യമേ തന്നെ ആൻ്റണി പങ്കുവച്ചത്. നമുക്ക് ആൻ്റണിയോട് തന്നെ ചോദിക്കാം എന്താണ് വെളിച്ചെണ്ണ വില വർധനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന്. കച്ചവടം എങ്ങനെ പോകുന്നു? കച്ചവടം നല്ലതായിട്ട് പോകുന്നുണ്ട്. പക്ഷേ വെളിച്ചെണ്ണയുടെ വില ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 2024 ഞങ്ങൾ കട ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 200 രൂപ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ ആ വെളിച്ചെണ്ണ വില ഒരു വർഷത്തിനിടെയാണ് ഇത്രയും കൂടിയിരിക്കുന്നത്. ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി കൊല കൂടെ വില കൂടിക്കഴിഞ്ഞാൽ മലയാളികൾ ഇത്തവണ 700 രൂപയ്ക്ക് ചിപ്സ് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ 1 കിലോ ചിപ്സ് വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇപ്പോൾ നമ്മൾ ഏറ്റവും മാക്സിമം വില കുറച്ചാണ് എല്ലാ കടകളും 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ 480 രൂപയ്ക്ക് ആട്ടിയ വെളിച്ചെണ്ണയുള്ള ചിപ്സാണ് കൊടുക്കുന്നത്. മാക്സിമം വില കുറച്ച് കൊടുക്കുന്നത്. ഇനി കുറയ്ക്കാൻ പറ്റില്ല. അത്രയും വില കുറച്ചിട്ട് തന്നെ കടം കയറിക്കൊണ്ടിരിക്കുക. എണ്ണ കാശിന് കൊടുക്കാനുള്ള പൈസ കയറിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. ഈ ചൂട് ചിപ്സിനാണല്ലോ ആൾക്കാർ കൂടുതലുള്ളത്. അപ്പോൾ ഈ പണിക്കാരുടെ ഒരു സമയക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഈ ചൂട് ചിപ്സ് കുറേ സമയം നമുക്കിത് ഞങ്ങൾക്ക് എപ്പോഴും ചിപ്സ് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങനെ ഉണ്ടാക്കൽ നിർത്തണമൊന്നുമില്ല. ഇത് തുടർച്ചയായി വറുത്തുകൊണ്ടിരിക്കുക. ചിപ്സ് തീർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. എപ്പോഴും ചൂട് കൊടുക്കാൻ പറ്റുന്നു. നല്ല വെളിച്ചെണ്ണയിലായതുകൊണ്ട് ആൾക്കാർ വീണ്ടും വരുന്നുണ്ട് വാങ്ങിക്കാനായിട്ട്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആളുകളുണ്ട് വാങ്ങിക്കാൻ. പക്ഷേ പ്രശ്നം എന്നുള്ളത് താരതമ്യേന കുറവാണ്. അതായത് ചിപ്സ് ഉണ്ടാക്കുന്നതിനായി ഇനി കുലയുടെ വിലയും കൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ വില വർധനവ് പോലെ തന്നെ കുലയുടെ വിലയും കൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ വെളിച്ചെണ്ണ വില വർദ്ധിക്കുമ്പോൾ ഓണക്കാലം കൂടിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഹലുവ നിർമ്മാണവും അതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. കിലോ കണക്കിന് വെളിച്ചെണ്ണയാണ് ഹലുവ നിർമ്മാണത്തിനും നമുക്കറിയാം അതിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹലുവ നിർമ്മിക്കുന്നവരും ഇതേ ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്.